പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ മുഗളായി ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്നും ഒരേപോലെയുള്ള ചിക്കൻ കറി തന്നെ ഉണ്ടാക്കി നോക്കാതെ ഇതുപോലെ ഒരു സ്പെഷ്യൽ കറിയൊക്കെ ഉണ്ടാക്കി നോക്കുക. പൊറോട്ട, ചപ്പാത്തി, ഗീ റൈസ് ഇതിനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു മുഗളായി ചിക്കൻ കറി. അപ്പോൾ ഇനി ചിക്കൻ വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്പെഷ്യൽ ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് കഴുകിയെടുത്ത് ചിക്കനിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് എല്ലാം കൂടി കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്തിട്ട് മിനിമം 1 മണിക്കൂറെങ്കിലും നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം, നന്നായിട്ട് ഉപ്പും മുളകൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്രിഡ്ജിലോട്ട് മാറ്റുന്നുണ്ട്. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കാനുള്ള സവാളയും തക്കാളിയൊക്കെ തയ്യാറാക്കി വെക്കണം. ഞാനിവിടെ 3 മീഡിയം സൈസിലുള്ള സവാള എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 2 മീഡിയം സൈസിലുള്ള തക്കാളി, 3 പച്ചമുളക്, 10 അല്ലി വെളുത്തുള്ളി, 1 വലിയ പീസ് ഇഞ്ചി ഇതൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ 2-3 ഇൻഗ്രീഡിയൻസ് കൂടി ആവശ്യമുണ്ട്. അത് ചേർക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് തയ്യാറാക്കി വെച്ചതിന് ശേഷം ഇനി ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനായിട്ട് ഒരു കടായി വെച്ച് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. കാരണം നമ്മൾ മസാലയിലിട്ടിട്ട് പിന്നീട് ചിക്കൻ നന്നായിട്ട് വേവിച്ചെടുക്കും. അപ്പോൾ 2 വശവും ഒന്ന് മൊരിഞ്ഞ് കിട്ടുന്നത് വരെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഒരു ഭാഗം ഫ്രൈ ആയി വരുന്ന സമയത്ത് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു കടായിയിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഓയിൽ ഇത് പോരാ, കുറച്ചുകൂടി ആവശ്യമുണ്ട്. അപ്പോൾ ചിക്കന് ഫ്രൈ ചെയ്തതിൻ്റെ ബാക്കി ഓയിൽ ബാലൻസ് ഉണ്ട്, അതുകൂടി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള വഴറ്റിയെടുക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ വഴന്ന് കിട്ടണം. ഏകദേശം ഒരു ഗോൾഡൻ കളറാകുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുത്താൽ മതിയേ, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതിനുശേഷം നമുക്കിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കണം. 2ഉം 1 ടേബിൾ സ്പൂൺ വീതമാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടെ തന്നെ 1 തണ്ട് ഫ്രഷ് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി മിക്സി ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്, അതുകൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒരു പച്ച ചുവയൊക്കെ മാറി കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടിയും കൂടെ തന്നെ 1 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം വറുത്ത് പൊടിച്ചതും 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറുമാണ് ചേർത്ത് കൊടുത്തത്. ഇനി പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ചിക്കനിൽ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഈ ഒരു ചിക്കനിൽ മസാലയൊക്കെ പിടിക്കുന്നത് വരെ 1-2 മിനിറ്റ് നന്നായിട്ട് തന്നെ ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം.
ഇനി നമുക്ക് ചിക്കന് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഞാനിവിടെ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചിക്കൻ നമ്മൾ നേരത്തെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടേനു. ഇനി ബാക്കി കൂടി വേവാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 5-6 മിനിറ്റ് കുക്കായി കിട്ടിയാൽ മതിയാവും. ഈ ഒരു സമയം കൊണ്ട് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഒരു 15 കാഷ്യൂനട്ട് കുതിർത്തി വെച്ചിട്ടുണ്ടേനു. അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇത് ഞാനിവിടെ നന്നായിട്ട് തന്നെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കന് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ചിക്കനൊക്കെ ഏകദേശം നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കാഷ്യൂ നട്ട്സിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. മിക്സി ജാറിലോട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് അതുകൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് അധികം പുളിയില്ലാത്ത 3 ടേബിൾ സ്പൂൺ തേര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ മിക്സി ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്, കട്ടകളൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് തിളക്കണ്ട, ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള മല്ലിയില ചേർത്ത് കൊടുക്കണം. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. ഇത് പൊറോട്ട, ചപ്പാത്തി, ഗീ റൈസ് ഇതിനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇനി ചിക്കൻ വാങ്ങിക്കുന്ന സമയത്ത് ഈ ഒരു സ്പെഷ്യൽ ചിക്കൻ കറി നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അങ്ങനെ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള മുഗളായി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ഗീ റൈസിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.